ഓൺ പേപ്പർ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ലൈനപ്പുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ടൂർണമെന്റ് തുടങ്ങിയത്. പക്ഷെ അവരുടെ ടീമും അവരുടെ പെർഫോമൻസും വെച്ച് ഈ സീസൺ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹിറ്റ് ആൻഡ് മിസ് സീസണാണ് അവർക്ക് കിട്ടിയത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ടൂർണമെന്റിലെ ആദ്യ 5 മത്സരങ്ങളിൽ 4 തോറ്റപ്പോൾ പിന്നീട് നടന്ന 6-ൽ 6 ജയിച്ച ഒരു കംബാക്ക് അവർ നടത്തി. എന്നാൽ അവസാനം നടന്ന 5 മത്സരത്തിൽ 3 തോറ്റ് ക്വാളിഫയർ 2-ൽ പുറത്താവുകയാണ് മുംബൈ ചെയ്തത്. കറന്റ്ലി ലോകത്തിലെ ബെസ്റ്റ് ബൗളർ ബുംറ, നമ്പർ 1 T20 ബാറ്റർ സൂര്യകുമാർ യാദവ്, പ്രീമിയർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, 6 ടൈം വിന്നർ രോഹിത് ശർമ്മ, ഒപ്പം ബോൾട്ട്, തിലക് വർമ്മ, മിച്ചൽ സാന്റനർ, വിൽ ജാക്സ് അങ്ങനെ ജെനുവിൻ മാച്ച് വിന്നേഴ്സ് മാത്രമാണ് എംഐയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നത്. സോ ഈ ടീം വെച്ച് കപ്പിൽ കുറഞ്ഞത് എന്ത് നേടിയാലും സീരിയസ് ആയ ടീമിനെ എവിടെയാണ് പിഴച്ചത് എന്ന് മാനേജ്മെന്റ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും എനിക്ക് തോന്നിയത് മുംബൈ ബാറ്റിംഗിലെ പ്രശ്നം ഹാർദിക് ഒഴികെ ബാറ്റിംഗിൽ വരുന്ന ബാക്കി എല്ലാവരും ടോപ്പ് ഓർഡർ ബാറ്റേഴ്സ് ആയിരുന്നു എന്നതാണ്. രോഹിത്, റിക്കൾട്ടൺ, വിൽ ജാക്സ്, തെലുഗ്, നമൻദിർ തുടങ്ങി ടോപ്പ് 6-ൽ വരുന്ന 6-ൽ 5 പേരും ടോപ്പ് 3-ൽ ബാറ്റ് ചെയ്യുന്നവരായിരുന്നു. നമൻദിർ ഈ സീസണിൽ ഫിനിഷിംഗിൽ വന്ന് നല്ല ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുണ്ടെങ്കിലും താരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് വന്നിട്ടുള്ളത് വൺ ഡൗണിൽ വന്ന് ബാറ്റ് ചെയ്തപ്പോഴാണ്. തിലകിനും ഇതേ പ്രശ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ വൺ ഡൗണിൽ ആദ്യമായി തിലക് ഈ സീസണിൽ വന്നപ്പോൾ നല്ല ഇന്നിംഗ്സ് താരം കളിക്കുകയും ചെയ്തിരുന്നു. സ്പിന്നിനെതിരെയുള്ള വിൽ ജാക്സിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമായതുകൊണ്ട് മിഡിൽ ഓർഡറിൽ ഒരു മാച്ചിൽ മാത്രമാണ് മുംബൈ ജാക്സിനെ പരീക്ഷിച്ചത്. ബാക്കി എല്ലാ ഗെയിമിലും പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ വൺ ഡൗൺ ആയിട്ടാണ് ജാക്സ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രോബ്ലം മുംബൈ ഡെഫിനറ്റായും ഐഡന്റിഫൈ ചെയ്ത് പരിഹരിക്കേണ്ടതുണ്ട്. ശരിക്കും വിൽ ജാക്സ് എന്നൊരു വിദേശ വൺ ഡൗൺ ബാറ്ററുടെ ആവശ്യം മുംബൈക്കില്ല എന്നതാണ് സത്യാവസ്ഥ. ഓൾറെഡി തിലകുള്ളതുകൊണ്ട് ചുമ്മാ ഒരു വിദേശ സ്പോട്ട് കളയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുംബൈക്ക് യഥാർത്ഥത്തിൽ വൺ ഡൗണിൽ തിലകിനെ കളിപ്പിച്ച് ഫിനിഷിംഗിലേക്ക് ഒരു വിദേശ ഓപ്ഷൻ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. രോഹിത്, റിക്കൾട്ടൺ, തിലക്, സൂര്യ, ഹാർദിക് തുടങ്ങി ഒരു സോളിഡായ ഇന്ത്യൻ കോറിലേക്ക് വെറുതെ ഒരു വിൽ ജാക്സിനെ കുത്തിക്കയറ്റേണ്ട ഒരു ആവശ്യവുമില്ല. നമൻദിറിന് കൂട്ടായിട്ട് ഒരു ഫിനിഷറാണ് ഇവിടെ വേണ്ടത്. ഈ ഒരു മാറ്റം കൊണ്ടുവന്നാൽ തന്നെ അനാവശ്യമായ ഷഫിൾ നടത്തി തിലകിന്റെ ബാറ്റിംഗ് കൂടി കളയേണ്ട ആവശ്യം വരുന്നില്ല. ഈസിയായി ബാറ്റിംഗ് സ്ട്രോങ് ആക്കാം. ബാറ്റിംഗിൽ ജസ്റ്റ് ഈ ഒരു മാറ്റം തന്നെ കൊണ്ടുവന്നാൽ 60% പ്രശ്നങ്ങൾ ടീമിന് മാറും എന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ജെനുവിനായി തോന്നിയൊരു പ്രശ്നം ഹാർദിക് എന്ന പ്ലെയർ ഈ സീസണെ അപ്രോച്ച് ചെയ്ത രീതിയാണ്. ബുംറ ഇല്ലാതിരുന്ന ആദ്യ 5 മത്സരത്തിൽ ഗംഭീരമായി ബോളിംഗ് നടത്തി 4 മാച്ചിൽ നിന്ന് 10 വിക്കറ്റ് ഹാർദിക് നേടിയിരുന്നു. ആദ്യ മാച്ചിൽ ഹാർദിക്കിന് സസ്പെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് കളിച്ചില്ല. ലക്നൌവിനെതിരെ 5 വിക്കറ്റ് നേടി കരിയർ ബെസ്റ്റ് T20 ബൗളിംഗ് ഹാർദിക് നടത്തി. എന്നാൽ ബുംറ തിരികെ വന്നതോടെ ഹാർദിക് എന്ന ബോളറെ പിന്നെ കാര്യമായി കാണാൻ കിട്ടുന്നില്ലായിരുന്നു. ആദ്യ 3 ഗെയിമിൽ തന്നെ 10 ഓവർ എറിഞ്ഞ ഹാർദിക് പിന്നെ വന്ന 10 മത്സരത്തിൽ 20 ഓവറാണ് ആകപ്പാട് എറിഞ്ഞത്. സ്വയം ബൗളിംഗിൽ നിന്ന് ഹാർദിക് വലിഞ്ഞതോടെ അവസാന ഘട്ടത്തിൽ താരം പന്തെറിയാൻ വന്നപ്പോൾ ഒരു ഋതവും ബൗളിംഗിൽ കണ്ടെത്താൻ പറ്റുന്നില്ലായിരുന്നു. ഒപ്പം ഹാർദിക് എന്ന ബാറ്ററും ക്യാപ്റ്റനും ഹ്യൂജ് ഫെയിലിയർ ആയിരുന്നു. 2-3 ഗെയിം ഒഴികെ ഹാർദിക് മര്യാദയ്ക്ക് ഒരു ഗെയിമിലും ബാറ്റ് ചെയ്തിട്ടില്ല. ഹാർദിക് ക്യാപ്റ്റനായി തന്നെ തുടർന്നാൽ ഹാർദിക് എന്ന T20 പ്ലെയറെ മുംബൈക്ക് നഷ്ടമാകും എന്നാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം ഹാർദിക് തന്നെ ക്യാപ്റ്റനായാൽ താരത്തിന്റെ ബാറ്റിംഗും ബൗളിംഗും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും ഉണ്ടാകില്ല. എന്നാൽ നേരെ മറിച്ച് ഹാർദിക് മറ്റൊരു ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുകയാണെങ്കിൽ ഈ സ്റ്റോറി ഡിഫറന്റ് ആയിരിക്കും. സോ മുംബൈയുടെ ബെസ്റ്റ് ചാൻസ് സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി കൊടുത്ത് ഹാർദിക്കിനെ ഒരു പ്ലെയറായി മാത്രം ടീമിൽ കളിപ്പിക്കുക എന്നതാണ്. പക്ഷെ അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. കാരണം ക്യാപ്റ്റൻസി ഇല്ലെങ്കിൽ ഹാർദിക് ടീമിൽ നിൽക്കില്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. ബൗളിംഗിൽ മുംബൈക്ക് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ബുംറ, ബോൾട്ട്, ചഹർ ജോഡി ഉള്ളതിൽ തന്നെ ബെസ്റ്റാണ്. അശ്വിനി കുമാറിന് ഇന്നലെ ഒരു ഓവറിൽ അടികിട്ടിയെങ്കിലും ഓവറോളായി താരം നന്നായി തന്നെ കളിച്ചിട്ടുണ്ട്. അല്ലാഗസൻഫർ അടുത്ത വർഷം വരുമ്പോൾ സ്പിന്നിൽ വെറൈറ്റി ഡെഫിനറ്റായും കിട്ടും. ഹാർദിക് കൂടി പ്രോപ്പറായി പന്തെറിയുകയാണെങ്കിൽ ബൗളിംഗ് ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.